ഇന്ന് നിങ്ങൾ കാസർഗോഡിന്റെ മണ്ണിലേക്ക് ഇറങ്ങി തൗഹീദിന്റെ അധിഷ്ഠിതമായ സംസാരം നടത്തിയാൽ ഇഷ്ടപ്പെടാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും. അല്ലാഹുവല്ലാത്തവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ, ആളുകളുടെ കയ്യടികൾ കിട്ടും. ഈ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു നോക്കൂ, നിങ്ങളുടെ കഴുത്തിൽ പൂമാലകളിട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകും. എന്നാൽ പരലോകമെന്ന് പറയുന്ന റബ്ബിന്റെ നീതിപൂർവമായ കോടതി, കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് റബ്ബ് പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ നീതിനിഷ്ഠമായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്ന അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് ബന്ധുമിത്രാദികളിലേക്ക്, കൂട്ടുകുടുംബങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് സംസാരിച്ചാൽ അവിടെ മുഖം കറുക്കുകയാണ്, രോഷാകുലരായി മാറുകയാണ്, ദേഷ്യപ്പെടുകയാണ്, ഈർഷ്യത കടന്നു വരികയാണ്. ഇവർ ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയവരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ പിഴച്ച കക്ഷികളാണ് എന്ന് പറയുകയാണ്. നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന് അവകാശപ്പെടുകയാണ്. ഒരു പുത്തൻ ആചാരവും ദീനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ ആണയിട്ട് പറഞ്ഞാലും പുത്തനാചാരങ്ങളും പുതിയ പുതിയ ആചാരങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്ന് ദീനിനെ മലീമസമാക്കിയവർ ഇതിനെ എതിർക്കുന്നവരോട് വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങളാണ് അന്ധവിശ്വാസത്തിന്റെ ആളുകൾ, നിങ്ങളാണ് പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവന്നവർ, നിങ്ങളാണ് ദീനിലേക്ക് കടത്തിക്കുട്ടിയവർ, നിങ്ങളാണ് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ബഹുമാനിക്കാത്തവർ, നിങ്ങളാണ് മഅ്ജിസത്തിനെ നിഷേധിക്കുന്നവർ, നിങ്ങളാണ് കറാമത്തിനെ നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെയും അതുപോലെ തന്നെ അറപ്പിന്റെയും സംസാരം നടത്താൻ ആളുകൾക്ക് മടിയില്ലാത്ത അവസ്ഥ വരികയാണ്. എൻ്റെ സമയം വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ നീണ്ട വിശദീകരണങ്ങളിലേക്ക് കിടക്കാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ സ്ക്രീനിൽ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലേക്കുള്ള വിശദീകരണത്തിലേക്ക് കിടക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, അവന് പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. അവൻ കാലങ്ങൾക്കെല്ലാം അപ്പുറമുള്ളവനാണ്. അവൻ്റെതാണ് ഈ ഭൂമി, അവൻ്റെതാണ് ആകാശം. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, ആകാശങ്ങളെയും ഭൂമിക്കുമിടയിൽ എന്തൊക്കെയുണ്ടോ, ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവനുള്ളതാണ്. ഇതെല്ലാം മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ആ റബ്ബ് പ്രിയപ്പെട്ടവരെ അവന് മാത്രം അവകാശപ്പെടാനായി റബ്ബ് പഠിപ്പിച്ച ഒന്നാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന ഇബാദത്തിന്റെ മർമ്മമായി കിടക്കുന്ന അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറയുന്ന പ്രാർത്ഥന, അതുതന്നെയാണ് ആരാധന എന്ന് പറയുന്ന ഇതിന്റെ മർമ്മവശങ്ങൾ ഇൻഷാ അല്ലാഹ് മുസ്സലാഹിക്കാരെ വിശദീകരിക്കും. ഞാനിവിടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കാൻ വേണ്ടി അതൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. എങ്ങനെ, എത്രത്തോളം പറയുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹു കേൾക്കുന്നത് പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളായ ഖബറിൽ കിടക്കുന്ന, ഖബറിന് പുറത്തിരിക്കുന്ന ആരാവട്ടെ, അവർക്കൊക്കെ കേൾക്കാൻ കഴിയുമെന്നും എവിടെ നിന്ന് ഏത് സ്ഥലത്ത് നിന്ന് എപ്പോൾ വിളിച്ചാലും ഉത്തരം പറയാൻ അവർ റെഡിയാണെന്നും ഈ സമൂഹത്തെ 2025 പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഒന്നാമത്തെ ഒരു പണ്ഡിതൻ, സമസ്തയിൽപ്പെട്ട പണ്ഡിതൻ, പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോൾ വായുകൂണ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മടവൂർ നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെ. മടവൂർ ശൈഖുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരെ കണ്ട് ബന്ധപ്പെട്ടവരെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്, ഇത് നിന്ന് കിട്ടൂല. അതാണ് പ്രശ്നം, നിന്ന് കിട്ടണം. അങ്ങനെ നിന്ന് കിട്ടാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. ദീനിൽ എവിടെ ഒരു പരിധി വെക്കണം സംസാരത്തിന്? ഇതെന്താ പറയണത്? ഞാനിതാണ് പറയാൻ തുടങ്ങിയ പിന്നെ നിന്നിട്ടൂലാന്ന്. നിന്ന് കിട്ടണം. എവിടെയാണ് ഖുർആൻ നിർത്താൻ പറഞ്ഞത് അവിടെ നിർത്തണം. ഇവിടെ പറഞ്ഞ വാക്കെന്താണ്? അള്ളാഹു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും. അതേ അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിൻ്റെ കഴിവ് ശൈഖുനക്കുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ വാദാണോ? ആണോ? ഒരു സാധാരണ മുസ്ലിമിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണോ? അർ റഹ്മാനായ റബ്ബിനുള്ള കഴിവ് പ്രിയപ്പെട്ടവരെ ശൈഖുനക്കുണ്ട്.
എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം തരാനും കേൾക്കാനുമുള്ള കഴിവ് ശൈഖുനക്കുണ്ടെങ്കിൽ പരിധിയില്ലാത്ത കഴിവുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ആവർത്തിക്കണില്ല, പരിധിയില്ലാത്ത കഴിവ്. ആ കഴിവ് ആർക്കുള്ളത് ലോകത്ത്? നമുക്കൊക്കെ ചില പരിമിതികളും പരിധികളുമുണ്ട്. പരിധികളും പരിമിതികളും ഇല്ലാത്ത കഴിവ് ആർക്കാണുള്ളത്? അല്ലേ? അത് ലോകരക്ഷിതാവായ റബ്ബിന് മാത്രമാണ്. എന്നിട്ട് പ്രായമേറിയ ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, പരിധിയില്ലാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ തെൽബിയത്ത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, വിശദീകരിക്കണില്ല. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചൊല്ലിയ തെൽബിയത്തിന്റെ ആദ്യ വരികൾ ചൊല്ലി പറഞ്ഞു തുടങ്ങി. പിന്നെ അവർ പോലും ഈ അർത്ഥത്തിലല്ല വിശ്വസിച്ചത്. അവർ ചൊല്ലിയ തെൽബിയത്തിന്റെ വരികൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? ഈ ഓൺലൈനിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്താ അവർ പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. അവിടെ നിർത്തിക്കോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഇവിടെ നിർത്തിക്കോ, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ രണ്ട് വരികളിൽ കുഴപ്പമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ. പക്ഷേ ആ മക്കയിലെ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പിന്നെ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഭൂമധ്യരേഖയിൽ ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്ന കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മതാഫിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? റബ്ബേ നിനക്കൊരു പങ്കാളിയുമില്ല, നിനക്കൊരു ശരീക്കുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കാളി നിനക്കുണ്ട്, ഒരു കൂട്ടം പങ്കാളിയുണ്ട്. തംലികുഹു വമാ മലക, ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം, ആ പങ്കാളിയുടെ അധികാരം, ആ പങ്കാളിയുടെ എല്ലാവിധ കൺട്രോളും നിന്റെ കയ്യിലാണ്. നിന്റെ ഉടമസ്ഥതയിലുള്ള, നിന്റെ അധീനതയിലുള്ള, നിന്റെ കഴിവിലുള്ള. പടച്ചവനെ, അങ്ങനെയുള്ള പങ്കാളികളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഈ നാട്ടിൽ ഇതുവരെ കേട്ടിരുന്നത് എന്താണ്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കും, അത് റബ്ബ് അവർക്ക് കഴിവ് കൊടുക്കുന്നു. ഇതേ വാദമാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. ഞാൻ ആരെയും മുശ്രിക്കാക്കാനോ ഒരാളെയും ഏതെങ്കിലും അർത്ഥത്തിൽ നിഷേധിക്കാനോ പറയുകയല്ല. ഇവിടെ ഈ സംസാരം കേട്ട പണ്ഡിതന് പോലും അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ. കേട്ട് പിടച്ചുപോയവർക്ക് അള്ളാഹു സത്യമാർഗം നൽകുമാറാകട്ടെ. പക്ഷേ അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്നത് പരിധിയില്ലാത്ത കഴിവുകൾ ശൈഖുമാർക്കുണ്ട്, ഹോജമാർക്കുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയും നിർത്തിയില്ല, ബാക്കി കൂടി കേൾക്കൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകും. കേൾപ്പിക്കൂ. CM കാണാതെ കരയാൻ കഴിയില്ല, മമ്പർത്തങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല. അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂല. പഠിച്ചോൻ കാക്കട്ടെ. പാതിര സമയത്ത് ഒരു മനുഷ്യനും കാണാൻ വഴിയില്ലാത്ത ഒരു സംഭവം, ഞാനും എൻ്റെ റബ്ബും അല്ലാതെ വേറെ ആരും കാണൂല. അങ്ങനത്തെ ഒരു സംഭവം രാത്രി 1 മണി സമയത്ത് നടന്നൊരു കാര്യം. ഞാൻ ശൈഖുനായുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നടന്നൊരു കാര്യമാണ്. പക്ഷെ നടന്നത് വീണ്ടും നടക്കാൻ പൂതി ഉണ്ടാകില്ല. മക്കത്ത് എത്തിയോൽക്ക മക്കത്ത് വീണ്ടും എത്താൻ തോന്നാം, ഹർമിൽ എത്തിയോൽക്ക വീണ്ടും എത്താൻ തോന്നാം, റോലയിൽ എത്തിയോൽക്ക പിന്നെ പൂതി വരിക എന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു അനുഭവം. അതൊരു വല്ലാത്തൊരു അനുഭൂതി. ഞാൻ ആരോടും അത് പറയാതെ മറച്ചു വെച്ചു. പക്ഷെ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ തേട്ടി ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ഞാൻ പോയിട്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ശൈഖുനാന്റെ ആദരത്തിൽ കയറി ഞാൻ ഈ ആഗ്രഹം പറഞ്ഞ ഉടനെ 1 വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് ഞാനല്ലാത്തൊരു മനുഷ്യൻ കാണാത്ത, അറിയാത്ത, കേൾക്കാത്ത ഒരു കാര്യം അതൊരു തവണ സംഭവിച്ചില്ലേ? ഒരൊറ്റ ചോദ്യം. ഇവർക്ക് കാണാൻ കഴിയാത്തൊന്നില്ല. ഇവര് കാണാതെ നിങ്ങൾക്ക് പാതിരേറെ എണീച്ചിരുന്ന് അംഗശുദ്ധി വരുത്തി നിക്കരിച്ച് കണ്ണീരൊൽപ്പിക്കാൻ കഴിയൂല. CM കാണാതെ കരയാൻ കഴിയില്ല. CM കാണാതെ കരയാൻ കഴിയില്ല. മമ്പർത്തങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല. അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂല. പഠിച്ചോൻ കാക്കട്ടെ. അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂല. പഠിച്ചോൻ കാക്കട്ടെ. നമുക്ക് തോന്നുക ഞാനേതറിയൂ, ഇത് ഞാനും ഇവിടെ അറിയൂ. അല്ലല്ല, ഇത് കോടാനക്കോടി ഔലിയാക്കൾ അറിഞ്ഞുപോയി. ഇനി ഓരോ കാൽക്കൽ വിളിച്ചിട്ട് എങ്ങനെങ്കിലും മാപ്പാക്കി തരി, കഴിച്ചിലാക്കി തരുന്ന ഓല് കഴിച്ചിലാങ്കിലെ കഴിച്ചിലാവും, അല്ലേ ഇത് വിളിച്ചു തരും. ആഖിറത്തിൽ വരും. പഠിച്ചോൻ കാക്കട്ടെ. രക്ഷപ്പെടുത്താൻ ഓൽക്കേ കഴിയും. ഓല് കാണാതൊന്നും കഴിയില്ല. കേട്ടില്ലേ?
ഇനി അവരുടെ കാൽക്കൽ വിളിച്ച് രക്ഷ ചോദിച്ച് അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അവർ കാണാതെ നിങ്ങളുടെ വ്യഭിചാരം നടക്കുകയില്ല. ഇത് നടക്കേണ്ട കേസേറ്റ എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കണേ. ഇതിപ്പോൾ നടന്നു കിട്ടേണ്ട ഒരു കേസ് എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. അവർ കാണാതെ നിങ്ങളുടെ വ്യഭിചാരം നടക്കൂല. അവർ കാണാതെ നിങ്ങൾക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഒലുവെടുത്ത് നിങ്ങൾക്ക് രാത്രി നമസ്കാരം നിർവഹിക്കാൻ കഴിയില്ല. അവർ കാണാതെ നിങ്ങൾക്ക് കരയാൻ കഴിയൂല. ആ കൂട്ടത്തിലാണ് പറയണത്, അവർ കാണാതെ നിങ്ങൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. എന്താ ഇത് നടന്നിട്ടേണ്ട ഒരു കേസാ ആണോ? അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വാസമാണ് ഇവർക്കുള്ളത്? മമ്പറന്തങ്ങൾ കാണാതെ, CM കാണാതെ ഒരു വിശ്വാസിക്ക് കരയാൻ കഴിയില്ല. ഒരു വിശ്വാസിക്ക് നട്ടപ്പാതിരാക്കണീട്ട് ഒലുവെടുത്ത് നിസ്കരിക്കാൻ കഴിയില്ല. ഇത്ര പിഴച്ച വിശ്വാസം മക്ക മുശ്രിക്കുകൾക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യം അത്ഭുതകരമായി, ആശ്ചര്യഭരിതമായി ഈ പണ്ഡിത വേഷധാരികളോട് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതിൽ ഞാനും നിങ്ങളും ലജ്ജിച്ചു പോകാൻ പാടില്ല. കാരണം മുസ്ലിം ഉമ്മത്തിനെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ ഉമ്മത്തിന്റെ അരക്കെട്ട് പിടിച്ചു വലിക്കുകയാണ് സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ കുതറി മാറി. എങ്ങനെ? തീ ആളിക്കത്തുന്ന തീയിലേക്ക് പാറ്റകളും പ്രാണികളും ചെന്നു വീടുന്നത് പോലെ ആളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുതറി മാറുകയാണ്. ഇതെന്താ പഠിപ്പിക്കണത്? ഇങ്ങനെ വല്ല വ്യഭിചാരവും നിങ്ങൾ ചെയ്തു പോയാൽ മമ്പുറം തങ്ങളെയും CM-നെയും ഒക്കെ വിളിച്ച് അവിടെ കാൽക്കൽ വിളിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ മാപ്പ് തന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇതിനാണോ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് പുറത്തുകൊണ്ടാ എന്ന് പറയാൻ, അതും വിട്ടുകൊണ്ടാ എന്ന് പറയാൻ. അങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സുരുകി നടത്തുന്നതിനാണ് അള്ളാഹുവിന്റെ ദീനിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? ഇന്നും അറിയില്ല എന്നാണ് പ്രസംഗിക്കുന്നത്. മമ്പറന്തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അത് പറയാൻ കഴിയില്ല. CM ജീവിച്ചിരിക്കുമ്പോൾ പോലും അത് പറയാൻ കഴിയില്ല. എന്നിട്ട് ഈ കാലത്തും പറയുന്നു, മരിച്ചതിന് ശേഷവും പറയുന്നു, അവരറിയാതെ. അപ്പോൾ പിന്നെ എന്ത് വിശ്വാസമാണുള്ളത്? എന്റെ മനസ്സിന്റെ ഹൃദയമിടിപ്പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച് എന്ത് വിശ്വാസമാണ് മുസ്ലിം ഉമ്മത്തിനുള്ളത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടല്ലാതെ നിങ്ങൾ ഒരൊറ്റത്തവണ പ്രാർത്ഥിച്ചു പോയാൽ അവനേക്കാൾ പിഴച്ചുപോയവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിച്ച ആ തൗഹീദിന്റെ ആയത്തിന് പിന്നെ എന്ത് വിലയാണുള്ളത്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്തു പോയവനേക്കാൾ പിഴച്ചുപോയവൻ ആരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരാത്ത റബ്ബല്ലാത്ത ആളുകളോട്, റബ്ബിന് പുറമെയുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിച്ചവനേക്കാൾ, ദുആ ചെയ്തവനേക്കാൾ വഴിപിടച്ചു പോയവൻ ആരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവർ നടത്തുന്ന പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്ര ശക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അഹ്ഖാഫ് പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ലേ? എന്നിട്ട് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ, വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾ ചെയ്തു പോയാൽ ഇവരോട് തേടി അവർ മാപ്പ് തന്നിട്ടല്ലാതെ രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ പറയേണ്ടതൊക്കെ ഇവരോട്, ചോദിക്കേണ്ടതൊക്കെ ഇവരോട്. ഇത് എവിടുത്തെ ഏതു വാദമാണ് പ്രിയപ്പെട്ടവരെ? ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളും ഇഷ്ടം പോലെ പറയാം. പക്ഷേ ഈ വിഷയത്തിന്റെ അഗാധതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് മൂസ സലാഹി ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബുഖാരിയും മുസ്ലിമും തിർമിദിയും നസായിയും ഇബ്നു മാജയും റഹ്മത്തുള്ളാഹി അലൈഹിം അവരൊക്കെ ഉദ്ധരിക്കുന്ന അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് ആവർത്തിച്ചു വന്നത് കാണാം. അതെന്താണെന്നറിയോ? മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, ഒരാൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅ, ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടത് അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ദഖലൻ നാറ, അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ആശങ്കകൾക്കിടമില്ലാത്ത വിധം തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, എല്ലാം അവരെ ഏൽപ്പിച്ചുകൊള്ളുക, എല്ലാം അവരോട് ചോദിച്ചു കൊള്ളുക, എല്ലാം അവരോട് തേടിക്കൊള്ളുക. കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവർ പുറത്തു തന്നിട്ടല്ലാതെ കഴിയുകയില്ല എന്ന് ഈ പ്രായാധിക്യത്തിൽ ഈ പാവപ്പെട്ട ഉമ്മത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് ഇത്ര ധൈര്യമായി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആനിൽ ഒരു വാചകം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ മുസ്ലിമും, സമസ്തയിൽപ്പെട്ടവരും സുന്നികളായ നമ്മളും പ്രിയപ്പെട്ടവരല്ലാത്ത മുസ്ലിങ്ങളും ഒക്കെ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്കാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞു വെച്ച ഒന്ന് വാങ്ങിത്തരാനോ ആരുമില്ല എന്ന് നിസ്കാരത്തിന് ശേഷം പറയുന്ന മുസൽമാനെ,
എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, അതേ അതിനേക്കാൾ ഗൗരവമായ അർത്ഥത്തോടുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വാചകമാണിത്. അള്ളാഹു ഒരു ആപത്ത്, വിപത്ത്, കെടുതി കൊടുക്കാനാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, ആരുണ്ടോ ആ വിപത്തിനെ മായിച്ചു കളയാൻ, തട്ടി മാറ്റാൻ ആർക്ക് കഴിയുമെന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ ഒരാൾക്ക് ഒരു റഹ്മത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. റബ്ബ് പറയുകയാണ്, എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, ആ റഹ്മത്തിനെ പിടിച്ചുകെട്ടാൻ, കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാൻ, പിടിച്ചു വെക്കാൻ ആരുണ്ടോ ഇവിടെ? പറയൂ മുഅ്മിനേ, പറയൂ മുസ്ലിമേ, ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ ബരമേൽപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഈ ആയത്തുകളൊക്കെ കാണുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ് സമൂഹത്തോട് പറയുന്നത്, മമ്പുറന്തങ്ങൾ കാണാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരോട് പൊറുക്കലിനെ ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, CM അറിയാതെ നിങ്ങൾക്ക് കരയാനും ചിരിക്കാനും കഴിയില്ല എന്ന് പാപപ്പെട്ട ഉമ്മത്തിന്റെ മുന്നിൽ പറഞ്ഞതുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്താണ്? അള്ളാഹുവിൽ നിന്ന് അകറ്റി അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഈ സംസാരത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. പോരാ, ഇനി അവരുടെ പണ്ഡിതന്മാർക്ക് കിതാബ് പഠിപ്പിക്കുമ്പോൾ ബുഖാരി അത് ഹദീസിന്റെ ഗ്രന്ഥത്തിലെ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ സംശയം വന്നാൽ അവരവിടെ ഉസ്താദുമാരോട് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ ചില ഉസ്താദുമാർ ചോദിക്കല്, ബുഖാരി പഠിപ്പിക്കുമ്പോൾ ബുഖാരിയിൽ സംശയം വന്നാൽ ബുഖാരിയോട് തന്നെ നേരിട്ട് ചർച്ച ചെയ്യലാണ്. ആര്? ശംസുൽ ഉലമ, ഈ അടുത്ത കാലത്ത് ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞ കേരളക്കാരനല്ലേ, അദ്ദേഹം ബുഖാരി എടുക്കുമ്പോൾ ദർസ് പഠിപ്പിക്കുമ്പോൾ സംശയം വന്നാൽ ബുഖാരിയോട് നേരിട്ട് ചർച്ച ചെയ്തിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കല്. ഞാൻ പറയല്ല, കേട്ടോളൂ. ഇന്ന് എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു, ഇന്ന് ബുഖാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹദീസ് ഇങ്ങനെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരവസരത്തിൽ തന്തിദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ശിവരാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ മൂപ്പർ ഇങ്ങനെ തല കീപ്പിട്ട് കത്തിയിരിക്കലുണ്ട്. അപ്പോൾ കുറേ സമയത്തിലൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വന്നത് മൂപ്പർ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നിലക്കൊന്ന് ശബ്ദിച്ചു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് അപ്പനോട് പറഞ്ഞു, ഞാൻ ഒരു ആലോചനയിലിരുന്നു, ഇന്ന് ഓതി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ സംശയം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പം അന്ന് എനിക്ക് എത്രമാത്രമായിട്ട് ഗൗരവം മനസ്സിലായി. നിങ്ങൾ അനുഭവം പറയാണ്. ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരെന്തോ ഒരു വലിയ വിഷയത്തിലാണ്. ഞാൻ ചെന്നത് അറിഞ്ഞില്ല. അങ്ങനെ പിന്നീട് എന്നോട് പറഞ്ഞു, ഇന്ന് ഓതിക്കൊടുക്കാനുള്ള ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. അതാണ് ശംസുൽ ഉലമ. ഖബറാകത്തിന്ന് സലാമീനെ കേട്ടോവർ, ഖബറാകത്തുള്ളവരോട് മോളിന്തോവർ. മഹാനായ ഇടിയങ്ങര ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിൽ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു എത്തിയാൽ അവരോട് തന്നെ നേരിട്ട് സംസാരിക്കലാണ് പതിവ് എന്ന് കണ്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏർവാടിയിൽ പോയ സംഭവം സമസ്ത ഇറക്കിയ സോവനീറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏർവാടിയിലേക്ക് ചെന്നപ്പോൾ മഖാമിൻ്റെ ഉള്ളിൽ നിന്ന് സലാം പറയുന്നു. ഇ കെ ഉസ്താദ് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നു. കൂടെയുള്ളവർ സലാം അടക്കണില്ല. ഉസ്താദ് ചോദിച്ചു, നിങ്ങളെന്താ സലാം അടക്കാത്തത്? ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ മഹാനരായ ശംസുൽ ഉലമ ആരാണിവിടെ? മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ജീവിച്ചു. ആ ജീവിതം അവർ സ്വീകരിച്ചപ്പോൾ വിലായത്തിന്റെ ഉന്നത മഹത്വങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുകയായിരുന്നു മശായിഖന്മാർ. കേട്ടില്ലേ? ആദ്യം സംസാരിച്ച സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അദ്ദേഹം ഈ പറയണത് എന്താ പറഞ്ഞത്? ബുഖാരി ദർസ് എടുക്കുമ്പോൾ സംശയം വന്നാൽ മൂപ്പരിങ്ങനെ ചെന്നപ്പോൾ തലയും താത്തിയിരിക്കുകയാണ്. ശംസുൽ ഉലമ തലയും താത്തിയിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ ബുഖാരിയിൽ ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ട വിഷയം ചില ഡൗട്ടുള്ളതുകൊണ്ട്, സംശയമുള്ളതുകൊണ്ട് ബുഖാരിയായിട്ട് ചർച്ച ചെയ്യായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മുമ്പ് മനസ്സിലായത് നേരിട്ടുള്ള ചർച്ചയാണ്. അത് ആളുകൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് എന്ന് നേരിട്ട് ചർച്ച ചെയ്യായിരുന്നു എന്ന് അടുത്ത ഖണ്ഡന മണ്ഡനത്തിനും വാദപ്രതിവാദത്തിനും പോകുന്ന അഹ്സനി പറയാണ്, നേരിട്ടുള്ള ചർച്ചയായിരുന്നു ബുഖാരിയോട്, അല്ലേ? അപ്പം എന്താണ് ഇവരുടെ വിശ്വാസം? അപ്പം മരിച്ചു എന്നാണ് എന്താണ്? ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ ശംസുൽ ഉലമ ഖബറിൻ്റെ മുന്നിലേക്ക് ഏർവാടി ഉദാഹരണം പറഞ്ഞു ചെല്ലുമ്പോൾ അവിടുന്ന് നേരെ നമ്മളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബറിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സലാം പറയണം ഖബറാളികൾക്ക്, തർക്കമേ ഇല്ല.
നമ്മളോട് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു, ഖബർ ആളുകൾക്ക് സലാം പറയാൻ പറഞ്ഞു, ഇല്ലേ? എന്നാൽ ശംസുൽ ഉലമ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാ പറയാ. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ സലാം അടക്കുന്നത്? അത് ഖബറാളികളൊക്കെ എന്നോട് ഇങ്ങോട്ട് സലാം പറയാണ്. എന്താ നിങ്ങളെന്താ മടക്കാത്ത? ഞങ്ങളാരും കേട്ടിട്ടില്ല, മൂപ്പര് മാത്രം അങ്ങനെ കേൾക്കുകയാണ്. ഓല് സലാം പറയണത്, കൂടെയുള്ള ഓല് കേൾക്കുന്നില്ല. ഇനി ബാക്കിണ്ട് ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണോ? വേറെ ക്ലിപ്പിടാൻ നമുക്ക് വൈകും എന്നതുകൊണ്ടാണ്. അതിന്റെ ബാക്കി പറയണം എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ശംസുൽ ഉലമ അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ടിട്ടാ ചെന്നത് ഖബറിന്റെ മുന്നിലേക്ക്. അപ്പൊ കൂടുതൽ മിണ്ടണില്ല, ശംസുൽ ഉലമ മുന്നിലല്ലേ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. ശംസുൽ ഉലമ പറഞ്ഞു, കുഴപ്പമില്ല, ചെറിയ ചാറ്റൽ മഴയുള്ളൂ, വല്ലാതെ നനഞ്ഞിട്ടില്ല. അപ്പോ പണ്ഡിതന്മാർ വിശദീകരിക്കാൻ അറിയോ? ഖബറിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ എത്ര ശംസുൽ ഉലമയോട് സലാം പറഞ്ഞിട്ട്, നിങ്ങൾ നനഞ്ഞില്ലേ, നല്ല മഴയാണില്ലേ? അപ്പൊ ശംസുൽ ഉലമ മറുപടി പറയാണ്, ഏയ് കുഴപ്പമില്ല, ചാറ്റൽ മഴയുള്ളൂ, നന്നായി നനഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്താ ഇപ്പൊ ഈ ഖബറിന്റെ ഉള്ളിലും പുറത്തൊക്കെ കിടക്കുന്നതിൽ മാറ്റമുള്ള എന്താ? നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. നനഞ്ഞു എന്ന് ചോദിക്കുന്നത്, മഴ ഉണ്ടോ എന്ന് ചോദിക്കണേ, എന്തേ ഇങ്ങനെ നനഞ്ഞിട്ട് വന്നതെന്ന് ചോദിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണേ. എന്താണ് പ്രിയപ്പെട്ടവർ, ഇത് എവിടെയാണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് ഇത് ദീനാണ് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലായി പറയുന്നത്? ഖബറിടം സന്ദർശിക്കാൻ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് പോലും വേണ്ട എന്ന് പറഞ്ഞത്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. 2 ലക്ഷ്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. 2 ലക്ഷ്യം, മർമ്മപ്രധാനമായ 2 ലക്ഷ്യം. അതിലൊന്നെന്താണ്? സൂറുൽ ഖുബൂർ, ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. രണ്ടാമത്തെ റിപ്പോർട്ടിൽ കാണാം, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾക്കത് പരലോകബോധം ഉണ്ടാക്കി തരും. ഖബർ ചെന്ന് കാണുമ്പോൾ നമുക്ക് മരണബോധം ഉണ്ടാകും, ഖബർ ചെന്ന് കാണുമ്പോൾ നമുക്ക് പരലോകബോധം ഉണ്ടാകും. ഇങ്ങനെയുള്ള 6 അടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ. നേരത്തെ KT സിറാജ് മൗലവി പറഞ്ഞ മരണമുണ്ടല്ലോ, അത് സംഭവിച്ചാൽ 6 കാലുള്ള കട്ടിലിൽ വെച്ചും വെക്കാതെയും ബോഡി കിട്ടിയതും കിട്ടാത്തതുമുണ്ട്. കപ്പലിൽ മരണപ്പെട്ടിട്ട്, കപ്പൽ അപകടത്തിൽ മരണപ്പെട്ടിട്ട്, ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടിട്ട് ബോഡി കിട്ടാത്തവരുണ്ട്, അവർക്കുമുണ്ട് ബർസഖ്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ആ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ, ആ ഖബർ മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് ഖബർ പൂർത്തീകരിച്ച് തസ്ബീത്തും ചൊല്ലി തിരിച്ചു പോന്നാൽ പ്രിയപ്പെട്ടവരവിടെ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ഖബറിന്റെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ മരണബോധവും പരലോകബോധവും നമുക്ക് കിട്ടാനാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, വല്യമ്മ മരിച്ചിട്ടുണ്ട്, വല്ലിപ്പ മരിച്ചിട്ടുണ്ട്, മക്കളിൽ, ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ അങ്ങനെ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ആ ഖബറിന്റെ മുന്നിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ മനസ്സുയർത്തി, കരങ്ങളുയർത്തി ഒക്കെ നമുക്ക് റബ്ബിനോട് പറയാം, പടച്ചവനെ, ഈ ഖബറിൽ കിടക്കുന്ന എന്റെ പ്രിയങ്കരനായ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, ഈ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല. ഒരു തർക്കമൊന്നും നമുക്ക് ആർക്കും ആ വിഷയത്തിലില്ല. പക്ഷേ ഇവർ പഠിപ്പിക്കുന്നത് എന്താണ്? ഖബർ പറഞ്ഞും ഖബർ പറയാതെയും അല്ലാഹുവല്ലാത്തവരോട് തേടാനും, ഖബറാളിയോട് തന്നെ തേടാനും, ഖബറാളിയോട് തന്നെ സംസാരിക്കാനും പിന്നെ എന്തു മരണമാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഖബറിന്റെ മുന്നിലാണ് ഇന്ന് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത്, അല്ലേ? ഖബർ കെട്ടിപ്പൊക്കിയിട്ടാണ് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത്. ഒരുപാട് മനുഷ്യരെ അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ലാക്കാക്കിക്കൊണ്ട് അവർ പഠിപ്പിക്കുന്ന ദർസിലെ, പള്ളി ദർസിലെ കിതാബിൽ ഒരു വചനം കൂടി പറഞ്ഞ് അടുത്ത ക്ലിപ്പിലേക്ക് ഞാൻ പോവുകയാണ്. അതെ, പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ പറയുന്നത് ഖബർ കെട്ടിപ്പൊക്കരുത് എന്നതാണ്. സാന്ദർഭികമായി പറയുകയാണ്, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ കിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ദിറാർ. ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ എടുപ്പകളും കുപ്പകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ് അത് എന്ന് ആരാ പഠിപ്പിക്കുന്നത്? ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാണ് പഠിപ്പിക്കുന്നത്. അസ്സബാജിർ എന്ന കിതാബിലാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു നഹാ അൻ ദാലിക വഅമറഹ ബിഹദ്മി ഖുബുരിൽ മുശ്രിഫ. പൊന്തി നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ് എന്നും ഖബർ കെട്ടിപ്പൊക്കരുത് എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നും പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ എഴുതി വച്ചിട്ട് കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ ആളുകളുടെ ഖബറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ഖബറാളിയോട് നേരിട്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങളുടെ ഉസ്താദുമാരി എന്ന് പഠിപ്പിക്കുന്നത് വഴി എന്ത് ലക്ഷ്യമാണ് ഇവർ മുന്നിൽ കാണുന്നത്? ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ നിന്ന് അകറ്റി ഖബറാളികളോട് പ്രാർത്ഥിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവരെ മുന്നിൽ കണ്ടുകൊണ്ട് സങ്കടങ്ങൾ പറയിപ്പിക്കുന്ന ശിർക്കിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിച്ച് നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് തള്ളിയിടാനല്ലാതെ മറ്റെന്തു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്? സാന്ദർഭികമായി ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇത് മാത്രമല്ല,
സി എമ്മിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ അറിയോ? ഇപ്പൊ ഇന്ത്യ പോലും ഭരിക്കുന്നത് സി എം ആണെന്നാ. പിന്നെ എങ്ങനെ ഈ ഉമ്മത്ത് നന്നാവുക? പിന്നെ എങ്ങനെ ഈ ഉമ്മത്ത് ശരിയാവുക? നിങ്ങൾ വിചാരിക്കണുണ്ടോ ഇന്ത്യക്കൊരു സുൽത്താൻ ഉണ്ട് എന്ന്? അവരൊന്നല്ല ഭരിക്കണത്. ഇന്ത്യ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി എം. അങ്ങനെ ഇഷ്ടം പോലെ കഥകളുണ്ട്. ചില സാമ്പിളുകൾ പറയാ, ഒന്ന് പെട്ടെന്ന് കേൾപ്പിക്ക്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താൻ തോന്നുന്നു. ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനിൽ നിന്നല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താൻ തോന്നുന്നു. ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനിൽ നിന്നല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയ്ഖുന നേടിയെടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തരാൻ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ. നമ്മൾ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ഇതിൽ നിന്നൊന്നും ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് എത്തരുത് എന്നാ. ഈ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പിൽ നിന്ന് കെട്ടടിഞ്ഞ് ഒന്നും ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് എത്തരുത് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനത് പറയുന്നത് നേരെ തിരിച്ചാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വല്ലതും നമുക്കും കിട്ടണം, കാരണം ജീവിക്കണമല്ലോ. ഇതിൽ നിന്ന് വല്ലതും നമുക്കും കിട്ടണം, കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഇന്ന് ഇന്ത്യ മുസ്ലിം ഉമ്മത്തിനോട് വലിയ ക്ലാസ്സിലിരുന്ന് പറയാണ്. പക്വതയുള്ള പ്രായമുള്ള പണ്ഡിതന്മാരാ പറയുന്നത്. നിങ്ങൾ എന്തിനാ ഇത് പറയുന്നതിന്റെ കാമുകങ്ങൾ എന്താണ്? സി എം എന്നൊക്കെ പറഞ്ഞ ആരാ നിങ്ങൾ വിചാരിച്ചത്? മമ്പുറന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ വിചാരിച്ചത്? സി എം എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ ഈ സദസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. സുഖമില്ലാതെ മരിച്ചുപോയൊരു മനുഷ്യന് കാലിന്റെ വിരൽ പഴുത്തൊലിച്ചിട്ടും അതുപോലും ചികിത്സിക്കാനാവാതെ പേടിച്ചിട്ട് മരിച്ചുപോയ, മാനസിക വിഭ്രാന്തിയിൽ മരിച്ചുപോയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് സി എം എന്ന് പറയുന്ന ചിത്തടി മീത്തൽ എന്നതാണ് സി എമ്മിന്റെ ഫുള്ള്. ചിത്തടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ. ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ സി എമ്മിന്റെ പെങ്ങള മോൻ ഇരിക്കുന്നുണ്ട്. സി എമ്മിന്റെ നേരെ പെങ്ങള മോൻ. അദ്ദേഹം എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കൈ എന്നിട്ട് പറഞ്ഞു, എന്നെ അറിയുമെന്ന് ചോദിച്ചു. അറിയില്ല, ഞാൻ സി എമ്മിൻ്റെ പെങ്ങള മോന, നേരെ പെങ്ങള മോന. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, സുഖമില്ലായിരുന്നു. ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കും. ആളുകൾ എന്നിട്ട് എനിക്ക് ക്യാൻസറാന്ന് പറയും. സി എമ്മിന് സുഖമില്ലല്ലോ. പെങ്ങള മോൻ പറയാം. അപ്പോൾ സി എം പറയും, ഇപ്പോഴേക്കും എൻ്റെ ക്യാൻസർ വേണ്ടാന്ന് പറയും. അയാൾ പോവും. റമദാനിൻ്റെ പകൽ ചായ കുടിക്കും, റമദാനിൻ്റെ പകൽ സിഗരറ്റ് വലിക്കും, ബീഡി വലിക്കും. മനസ്സിലായില്ലേ? ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ എല്ലാം ഇറങ്ങിപ്പോവും. പാവപ്പെട്ട മാനസിക വിഭ്രാന്തിയുള്ള പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു സി എം, അല്ലേ? ആ മനുഷ്യനാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത്. പിന്നെ അതിൻ്റെ ചെറുതാണല്ലോ ഇപ്പൊ ഇന്ത്യ ഭരിക്കണത്, അല്ലേ? അതിൻ്റെ ഒക്കെ ചെറുതല്ലേ പിന്നെ ലോകം തന്നെ ഭരിക്കണ സി എം. പിന്നെ ഇപ്പൊ ഇന്ത്യ ഇന്ന് സി എം ഭരിക്കണത് എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് തോന്നൂല. കാരണം ലോകം തന്നെ നിയന്ത്രിക്കുന്നത്. എത്ര കഥകളാണ് ഞാൻ ഒന്നിച്ച് പറയാം. എത്ര കെട്ട് കഥകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് ഗർഭിണിയായാൽ 9 മാസം ഏതാനും ദിവസം, അത് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും ഡേറ്റ് കഴിഞ്ഞു. സാധാരണ സുഖപ്രസവം നടന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇനി സർജറി ചെയ്യേണ്ടി വരും. വേറെ മാർഗമില്ല. മരുന്ന് കൊടുത്തു നോക്കും, പല പ്രക്രിയകളും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. രക്ഷയില്ലെങ്കിൽ സർജറി ചെയ്യുക. എന്നിട്ട് ഒരു വലിയ പ്രായമുള്ള മനുഷ്യൻ പ്രസംഗിക്കണം എന്താണെന്നറിയോ? ഈ സദസ്സിലുണ്ട് ഒരു സ്ത്രീ, ഒരു ഉമ്മ, ഗർഭിണിയായിട്ട് 4 കൊല്ലായി, പ്രസവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. 4 കൊല്ലായി ഇപ്പൊ ഗർഭം ധരിച്ചിട്ട്. 4 കൊല്ലേ. കേൾക്കട്ടെ. ഈ സദസ്സിൽ തന്നെ 4 വർഷം ഗർഭം നിൽക്കുന്ന സ്ത്രീകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ തന്നെ ഉണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആരെങ്കിലും സ്വകാര്യമായിട്ട് ചോദിക്കണം, ഞാൻ പറഞ്ഞിരുന്നു. ഈ മജ്‌ലിസിലുണ്ട് 4 വർഷമായി ഗർഭത്തിലാണ് പോകുന്നത്. ഒരു വിഷമം ആ സ്ത്രീക്കില്ല. അല്ലാഹു തആല മഹാനായ ആസിം ഉലുവാന്റെ ബർക്കത്ത് കൊണ്ട്. കേട്ടില്ലേ? 4 കൊല്ലായിട്ട് ഗർഭം ധരിച്ചിട്ട് ഒരു സ്ത്രീ വെറുതെ പറയല്ല. ഇവിടുന്ന് പരസ്യമായിട്ട് പറയാൻ അത് ആഗ്രഹിക്കണില്ല. വലിയ ആളാ, അല്ലേ? ഷറഫുദ്ദീൻ ജമലുൽ ലൈലി എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ പ്രായമുള്ള പണ്ഡിതനായി പറയുന്നത്. ഇനി ആരാണ് ആള് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാനാ. 4 ഒരു കുഴപ്പം ആ സ്ത്രീക്കില്ല. എന്തിനാ ഈ ഗർഭം ധരിച്ചിരിക്കണേ 4 കൊല്ലായിട്ട്? ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ 4 കൊല്ലായിട്ട് ഗർഭം ധരിച്ചിരിക്കുകയാണ്. 9 മാസം. ഇവരൊക്കെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. ആ സ്ത്രീയെ പെട്ടെന്ന് കൊണ്ടോണ്ടേ. മമ്പറത്ത് മുമ്പുണ്ടായിരുന്ന ഒരു പിന്നെ ഗർഭിണിയായ മാവ് നമ്മളതിൻ്റെ പരിസരത്ത് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു എന്താണത്? അത് അവിഹിത ബന്ധത്തിലൂടെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു വന്നിട്ട്, ഇനി പെണ്ണാണെന്നും അറിയില്ല കേട്ടോ, ചിലപ്പോൾ ആണൊക്കെ ആയിരിക്കും. ഒരാളെന്ന് പറയാം, ഗർഭം ധരിച്ചു വന്നിട്ട് മമ്പറം തങ്ങളുടെ മുമ്പിൽ സങ്കടം പറഞ്ഞ് ആ മാവിൽ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കെട്ടിപ്പിടിച്ചു. ഗർഭം മാവിലേക്ക് പോയി. മൂപ്പരുടെ വയറ് കാലിയായി. മനസ്സിലായില്ലേ? ആ മരം ഈ അടുത്ത കാലത്ത് വീണപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു,
ആ മാവ് പൊളിഞ്ഞു വീണല്ലോ, എന്നാ പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ആ മാവിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിയെടുത്തൂടെ? കാരണം 4 കൊല്ലൊക്കെ സാധാരണ സ്ത്രീകൾ എന്നെ ഗർഭം ധരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മാവിനൊന്നും അതൊരു വലിയ വിഷയം ഉണ്ടാവില്ല, എത്ര കൊല്ലം കഴിഞ്ഞാലും. ഞാൻ പറയുന്നത് എന്തിനാണ് ഈ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ, അങ്ങാടിയിൽ, ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ കേൾക്കുന്ന ഒരങ്ങാടിയിൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇത് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ പറയുന്നത്? എത്ര പറയാനുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ കുറിച്ച്? ഇവിടെ പറഞ്ഞില്ലേ നല്ല നല്ല വിഷയങ്ങൾ, ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഹദീസ് നിഷേധത്തെ കുറിച്ച് പറഞ്ഞില്ലേ, മരണാനന്തര വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇനി തൗഹീദിന്റെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പറയാനിരിക്കുന്നില്ലേ? എത്ര സമയം വേണം പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും തന്നെ പറയാൻ? എന്നിട്ട് രോഗം വന്ന പ്രശ്നമില്ല. ഞാൻ വേഗം കൽപ്പിക്കുകയാണ്. എൻ്റെ നാട്ടുകാരനായ റഹ്മത്തുള്ള കാസിമി മുത്തേടം, ഞങ്ങൾ അടുത്തടുത്ത പ്രദേശ, അദ്ദേഹം പറയണത് ക്യാൻസറിന് വരെ ആ സദസ്സിൽ വെച്ച പച്ചവെള്ളം മതിയെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. എന്നാൽ അതെൻ്റെ ആ മട്ടം പോലെ അനുരാഗത്തിൻ്റെ സദസ്സിൽ വെള്ളം വെക്കണം, ആളുകൾക്ക് രക്ഷിക്കുണ്ടാവുള്ളതിനെ പറ്റിയല്ലേ പറയണത്. നിങ്ങളെൻ്റെ പിന്നാലെ 100 കണക്കിന് ആഴ്ചകൾ കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ അടച്ചു. എന്തുകൊണ്ട്? എനിക്കതിന് സമ്മതമില്ല. പിന്നെ സമ്മതത്തിൻ്റെ ആൾ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് അവിടെ വെള്ളം വെക്കാൻ സമ്മതമുണ്ട്, ഇനി വെള്ളം വെച്ചു. എത്ര ആൾക്ക് ഷിഫുണ്ടായി? എൻ്റെ ഷിഫയല്ല, അത് മുസ്തഫ നബിയിലൂടെ കടന്നു വരുന്ന മുഹമ്മദിയത്തിൻ്റെ ഷിഫ. ആ വെള്ളം കുടിച്ച ക്യാൻസറാണ്, ആ വെള്ളം കുടിച്ച ക്യാൻസറാണ്. എനിക്കൊരു ഗുളികയില്ല, 40 വയസ്സ് മുതൽ മറ്റേ പറയാം ഷുഗർ, ഒരു ഗുളിക കുടിക്കൂല, മരിച്ചാണ് ഗുളിക കുടിക്കും, അങ്ങനത്തെ വെള്ളം കുടിക്കും. ആ വെള്ളം ആദ്യം ഞാൻ കുടിക്കും. എന്തുകൊണ്ട്? അതിൻ്റെതല്ല, വേറെ അവർക്ക് മുസ്തഫ നബി മൗദൂനിയങ്ങൾ, അവർ അല്ലാഹുവിൻ്റെ ഹബീബിന് സമ്മതം. ഇതൊക്കെ വലിയ രഹസ്യങ്ങളാണ്. ആ രഹസ്യം കൈപ്പേറി നടന്നവരാണ് ഈ കാസിം മുസ്ലിയാർ. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പി അബൂബക്കർ മുസ്ലിയാർ. കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സദസ്സിൽ വെള്ളം വെക്കുക. അദ്ദേഹം പറയുന്ന ശൈലി ഇങ്ങ് മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യമൊന്നും വെക്കലില്ല, കാരണം ചില സമ്മതങ്ങൾ കിട്ടാനുണ്ട്, വെക്കാൻ ചില സമ്മതങ്ങൾ കിട്ടാൻ ഇനി വെക്കും. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഷുഗർ ഉണ്ടായിരുന്നു, മരുന്ന് കുടിക്കൂല, മരിച്ചാലും കുടിക്കൂല. എങ്ങനെ കുടിക്കും? അസുഖം വന്ന് ഞാൻ ചികിത്സിക്കൂല, മരുന്ന് കുടിക്കൂല, മരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം ചില സമ്മതങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് മുഹമ്മദീയത്തിൻ്റെ സമ്മത. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അനുവാദം വാങ്ങി ഇപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ച ഒരു അനുവാദത്തിൻ്റെ ഒരു പെർമിഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഇനി വെക്കും. അത് ഫസ്റ്റ് ഞാൻ തന്നെ കുടിക്കും. ക്യാൻസറിൻ്റെ മരുന്നാണ്, ക്യാൻസർ പമ്പ കിടക്കും. എത്ര ആളുകൾ, എത്ര രോഗികളാണ് ക്യാൻസർ സെൻ്ററിലൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങളൊരു വേലനിട്ട് പച്ചവെള്ളം കുടിച്ചാൽ മാറുമെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ഇത് കേട്ടിട്ട്? ഇതൊന്നുമല്ല, ഇതൊക്കെ സാധാരണ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കേൾപ്പിക്കാൻ പറ്റുന്നത് മാത്രം കേൾപ്പിക്കുകയാണ്. ഈ സമൂഹത്തെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 4 മണിക്കൂർ പ്രോഗ്രാം നടന്നിട്ട് ആ 4 മണിക്കൂറും കെട്ടുകഥ പറയാനാണോ? ആണോ? ഏതെങ്കിലും മായാവി കഥകൾ പറയാനാണോ? ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിലേക്ക് വിളിക്കാനാണ്, അള്ളാഹുവിലേക്ക് വിളിക്കാനാണ്. എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, ഇത് നിരീക്ഷിക്കാൻ വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നവരെ, എന്താണ് ഇവർ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങൂ എന്ന് പറയാനാ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുച്ചൂട് രംഗങ്ങളും അവരിലേക്ക് സമർപ്പിക്കൂ എന്ന് പറയാനാ. 5 നേരം കൈകെട്ടി നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് റബ്ബ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വെറുതെയല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ റബ്ബിനാകുന്നു, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അവൻ കാരുണ്യവാനാണ്, അവൻ കരുണാനിധിയാണ്, അവനാണ് പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ഇതൊക്കെ പറയിപ്പിച്ചിട്ട് 5 നേരം, ഒരു ദിവസം 5 നേരം 17 തവണ സുന്നത്തിലല്ലാതെ ഫർളിൽ മാത്രം കൈകെട്ടി നിർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ് അല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. അല്ലേ? പറയൂ നബിയേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇങ്ങനെയുള്ള കറകളഞ്ഞ ഈ തൗഹീദിലേക്ക് നിങ്ങളെ വിളിക്കാനാ
അന്ധവിശ്വാസത്തിന്റെയും ഷിർക്കിന്റെയും പ്രചാരകരായി പലതും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കേൾപ്പിക്കുന്നത് ഇതൊരു രസകരമായി കേൾപ്പിക്കാനല്ല, ആർക്കും ചിരിക്കാനല്ല. എനിക്കും നിങ്ങൾക്കും കേൾക്കുമ്പോൾ ദുഃഖമാണ് ഉണ്ടാവേണ്ടത്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കൾക്ക്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്ക് എന്തു പറ്റി എന്ന് ആശ്ചര്യഭരിതരായി ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, മരിച്ചുപോയ ആളുകൾ വരെ അവരുദ്ദേശിക്കുന്ന സമയത്ത് അവിടെ മുമ്പിൽ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ശരീരം കാണാൻ പറ്റിയില്ലെന്ന് വരാം, എന്നാൽ ശരീരം കണ്ടുകൊണ്ടും വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖബറിൽ നേരിട്ട് സംസാരിക്കുക ഒക്കെ ഉണ്ട്. പിന്നെ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേൾപ്പിക്കുക? ചെറിയ സമയമുള്ളത്. അങ്ങനെ ഇരുമിൻ്റെ മരിക്കലില്ല. ഒരു മരിച്ചാൽ ഒരു അറുവാഹി അവിടെ ഉണ്ടാവും, അയാത്തുണ്ടാവും, വണ്ടി കൊടുത്ത് ഹാജരാവും. ഉസ്താദന്മാരൊക്കെ തന്നെ കൈപ്പറ്റ ഉസ്താദ് ഒപ്പത്തായി പോയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാവുന്നിടത്ത് മൂപ്പര് ഹാജരാവും. അങ്ങനെ ഒരു വലിപ്പപ്പെടുക്കും. കൈപ്പറ്റ ഉസ്താദിന് അങ്ങനെ വലിപ്പമുണ്ട്. കൈപ്പറ്റ ഉസ്താദ് ഒപ്പത്തായി പോയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാവുന്നിടത്ത് മൂപ്പര് ഹാജരാവും. അങ്ങനെ ഒരു വലിപ്പപ്പെടുക്കും. കൈപ്പറ്റ ഉസ്താദിന് അങ്ങനെ വലിപ്പമുണ്ട്. നമുക്ക് ആവശ്യമുള്ളിടത്ത് മൂപ്പര് ഹാജരാവും. മൂപ്പര് പറയും ഹാജരാവും എന്ന് പറഞ്ഞാൽ ശരീരം നമ്മൾ കണ്ടോളണമെന്നില്ല, ചിലപ്പോൾ കാണുകയും ചെയ്യും ശരീരം. അപ്പോൾ മൂപ്പര് പറയാനുള്ളത് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ മഹാനായിരുന്നു കൈപ്പറ്റ ഉസ്താദ്. കൈപ്പറ്റ ഉസ്താദിൻ്റെ തോതിന് നമ്മളെ സയ്യിദ് വലിയർ കുട്ടശ്ശേരി മൂപ്പര് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഉസ്താദിൻ്റെ ഒരു പാർട്ടി ഓതിയാൽ അത് പരിഹരിച്ച് എന്ന് പറയും. മൂപ്പര് എപ്പോഴും പറയും. ഏത് സയ്യിദ് വലിയർ ഉസ്താദിനെ പറ്റി പറയും, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ഉസ്താദിൻ്റെ ഒരു പാർട്ടിയാണ്ട് ഓതിയാൽ മതി, അപ്പോൾ ആ കാര്യം പരിഹരിക്കും എന്ന് പറയുന്നത്. കേട്ടില്ലേ? പ്രായം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ ചിലപ്പോൾ തിരിയാത്തതുണ്ട്. ഇത്രയും പ്രായമായിട്ടെങ്കിലും ഇനിയെങ്കിലും ഒന്ന് നുണ പറയാതെ ജീവിക്കണമെന്ന് തോന്നണ്ടേ? വേണ്ടേ? കൈപ്പറ്റ ഉസ്താദ് അദ്ദേഹത്തിന് മരണമില്ലാന്ന്, മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വരും, ഹാളിറാവും. ഹാളിറാവും എന്നാണ് എന്താ? ഹാളിറാവുക, ആ പ്രസൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ആൾ വരും. ചിലപ്പോൾ നമുക്ക് ശരീരം കാണാൻ പറ്റൂല, ചിലപ്പോൾ ശരീരവും കാണും. ഇപ്പം ഈ സി എമ്മിനെ കുറിച്ച് പറഞ്ഞവരെന്താ പറയുക അറിയോ? സി എമ്മിനെ കണ്ടവർ സ്വർഗത്ത് പോകുന്ന ഒരു ഉസ്താദിൻ്റെ പ്രസംഗം അതൊന്നും ഞാൻ പൊടുന്നില്ല. വേറൊരു ഉസ്താദ് വേണത് സി എമ്മിനെ കണ്ടവർ സ്വർഗത്ത് പോകുന്ന തന്നെ. അപ്പം ഇനി കാണാത്തവർക്കൊരു സങ്കടമായല്ലോ. അപ്പം അദ്ദേഹം വേണ്ട മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും സി എം വരാറുണ്ട്. അപ്പം ഇനി കാണാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? സി എമ്മിനെ കണ്ടവർക്ക് സ്വർഗ്ഗമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കാണാത്തവർക്ക് സങ്കടമായല്ലോ. അപ്പോൾ സി എം മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പം ഇടയ്ക്ക് കുളിക്കാൻ വരലുണ്ട്. അപ്പോൾ ഇവർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരെന്താണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്? അപ്പോൾ കൈപ്പറ്റ ഉസ്താദ് ഭയങ്കര വലിപ്പാണ്. വലിപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്, ഭയങ്കര സംഭവമാണെന്ന് പറയില്ലേ നമ്മൾ. അതാണ് കൈപ്പറ്റ ഉസ്താദ് വലിയ വലിപ്പാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരും. ഇങ്ങനെ വെറും കഥകൾ. ഇത് വളരെ പ്രായമുള്ളവരുടെ കൂട്ടത്തിലെ പണ്ഡിതനാണ് അല്ലേ? എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറയണത് നബി വരെ വല്ല സ്റ്റേജിൽ വരുന്ന. ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് പറയാം. ഇതൊക്കെ ഇപ്പോൾ ആയത്തെ ദിവസം വെച്ചിട്ട് ഈ നുണക്ക് നമുക്കൊന്നും മറുപടി വരാൻ കഴിയില്ല. എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ അതിൻ്റെ മുമ്പ് പിന്നെ പറയുന്നത്? അതിന് മുമ്പ് പിന്നെ നിങ്ങളെ നാട്ടിലല്ലേ ബായാർ തങ്ങൾ, ഈ പരിസരത്തല്ലേ ബായാർ തങ്ങൾ കേട്ടോ? എന്ത് അദ്ദേഹം നബി 5 തവണ കണ്ടിട്ടുണ്ട് എന്നാണ്. ഞാൻ ഒന്ന് പെട്ടെന്ന് കേൾപ്പിക്കും. ഒരു ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഉണ്ടായ ആ സംഭവത്തിൻ്റെ ഒന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. മൂപ്പര് പറഞ്ഞത് ആരും കണ്ട് കയറണ്ടാണ് ആ സ്റ്റേജിക്ക്. ഇതിനെ പറ്റി പറയുന്നുണ്ട്, ഇവിടെ വ്യക്തികളൊക്കെ സ്റ്റേജിൽ കയറ്റിയാൽ അവിടെ റസൂലൊന്നും വരില്ല, അവിടെ ഞാൻ ഒറ്റക്ക് മതി, അവിടെ എല്ലാം അവിടെ താഴ്ത്തി ഇരുന്നാൽ മതി. സ്റ്റേജിക്കാർക്ക് ആ കയറ്റിയില്ല ആരും, അതാ സ്റ്റേജിക്കാരും കയറേണ്ടതാണ്. റസൂലൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നാ മൂപ്പര് പറയില്ലേ? കേട്ടില്ലേ? ക്രിസ്ത്യാനികളോട് നടക്കുന്ന ഒരു സംവാദത്തിൽ മുഖാമുഖ പരിപാടിയിൽ സംഭവം നടന്നത് റഹ്മത്തുള്ള ഖാസിമയുടെ ഇടക്കരയിലാണെന്നാ എൻ്റെ നാട്ടിൽ. റസൂലുള്ള അന്ന് സ്റ്റേജിൽ വന്നു എന്നാ. അതുകൊണ്ട് ശംസുലുലമ പറഞ്ഞു സ്റ്റേജ് നമുക്ക് ആരും കയറരുതെന്ന്. മൂപ്പർ ഒറ്റക്ക്, വേറെ ആരും കയറാൻ പാടില്ല. എന്താ കാരണം? സ്റ്റേജ് മേലാരുണ്ട്? അള്ളാൻ്റെ റസൂലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഇതൊക്കെ ഇടാൻ കുറേ സമയം വേണം. വേറെ ഉസ്താദ് പറയുന്നത് വയനാട്ടിൽ വെച്ചിട്ട് സി എം, അതുപോലെ തന്നെ ഇവിടെ പിന്നെ വടകരൻ്റെ അപ്പുറമുള്ളൊരു സ്ഥലം വെച്ചിട്ട് സി എം കണ്ടു നബിനെ 2 പ്രാവശ്യം കണ്ടുമുട്ടി, സംസാരിച്ച് പിന്നെ വേർപെടുന്നില്ല അന്നിപ്പോൾ പറയണില്ല. അടുത്ത പെട്ടെന്ന് കൽപ്പിച്ച അതിൻ്റെ ബാക്കിയാണ് ബായാറ് തങ്ങൾ. ഞാൻ ചോദിച്ചു തങ്ങളെ, നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ എത്ര തവണ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വരുന്ന ബായാർ തങ്ങളെ മറുപടി 5 തവണ ഞാൻ തങ്ങളെ കണ്ടിട്ടുണ്ട്. സഖാഫി അൽഹംദുലില്ലാഹ്. ഇതാണ് നൂറു സാദാത്ത് ബായാർ തങ്ങളുടെ നാവിനുള്ള അഥറ്. അവരുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾക്കുള്ള പ്രാധാന്യം മദീനയുമായിട്ടുള്ള വലിയ കണക്ഷനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമാണ്. അല്ലാഹ് ഞങ്ങളെ സാദാത്തുക്കളെ ഉലമായിന്റെ പൊരിശ കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കും തങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം തരണേ അല്ലാഹ്. കേട്ടില്ലേ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞൊക്കെ 3 കാര്യങ്ങൾ കേട്ടു ഇങ്ങോട്ട്. ഒന്നെന്താണ്, മരിച്ചുപോയ പിന്നെ ഏത് തങ്ങളാ, കൈപ്പറ്റ ഉസ്താദ് ഇടക്ക് ഹാജരാവും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വേണ്ട സംവാദം നടക്കുന്ന വേദിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വന്നിരുന്നു. ബായാർ തങ്ങൾ 5 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വിശദീകരണം ആവശ്യമുണ്ടോ? എത്ര കളവുകളാണ് പറയുന്നത്. CM ജനൽ കൂടി വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഇതൊന്നും ഇടുന്നില്ല കേട്ടോ, പെട്ടെന്ന് പറയുക. CM കുറേ ആളുകൾ കാണാൻ നിന്ന് ജനലിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ ആരോടാ സലാം അടക്കുന്നത്? അതിവിടെ 2 ആളുണ്ട്, നിങ്ങൾ കാണില്ലേ? ഉണ്ട്. എന്നാൽ പോയിട്ട് വേഗം സ്വർഗം ചോദിച്ചോ. പെട്ടെന്ന് പോയി സ്വർഗം ചോദിച്ചോ. അപ്പോൾ ഈ ആൾ നേരെ വാലിൽ കൂടി ഇറങ്ങി പുറത്താണ് ഇവർ നിൽക്കുന്നത്. പുറത്ത് പോയിട്ട് സലാം പറയാൻ വേണ്ടി നോക്കുമ്പോൾ കുഴഞ്ഞു വീണു. അടുത്ത ആൾ പോയി തളർന്നു വീണു. അടുത്ത ആൾ പോയി കുഴഞ്ഞു വീണു. അപ്പോൾ CM പറഞ്ഞു വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആയിക്കോട്ടെ. ഇവരും തന്നെ വന്നു തളർന്നു വീണു. വലിയ ആരായിരുന്നു അത്? അതിൻ്റെ പട്ടാളാ. എന്നാൽ പട്ടാള ആരാ? ഒന്ന് ജിബ്രീൽ, ഒന്ന് മീകായിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ജിബ്രീലൊക്കെ വന്നിട്ട് ജനൽ കൂടി ഇങ്ങനെ നോക്കിക്കുക. കഞ്ഞി കുടിക്കുമ്പോൾ പുറത്തൊരാളിരിക്കുന്നുണ്ട്. ഉമ്മ CM-നോട് ചോദിച്ചു, ആരാ പുറത്തിരിക്കുന്നത്? കഞ്ഞിക്ക് വിളിക്കാട്ടെന്താ? അത് വേണ്ട. കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് ഉമ്മ ചോദിച്ചു, ആള് പോയല്ലോ, ആരായിരുന്നത്? അത് ജിബ്രീലാ. കുറച്ചു നേരം കാത്തിരുന്നിട്ട് CM വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പുറത്തുനിന്ന് തിണ്ടുമ്പോൾ എണീറ്റ് പോയി. ഈ കഥകൾ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്ധവിശ്വാസവും തോന്നിവാസവും അനാചാരങ്ങളും സർവ്വതും കൂട്ടിക്കുഴച്ച് പറയുന്നത് ഈ ഉമ്മത്തിനെ കെട്ടുകഥയിൽ നിർത്താനാണ്, അല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കേരളക്കരയിൽ. ഈ കേരളക്കരയിൽ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. നഫീസത്ത് മാല പാടി പ്രസവിക്കുന്ന കാലം, പിഞ്ഞാനത്തിൽ എഴുതി കുടിക്കുന്ന കാലം. കുറെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇനിയും മാറാത്തതുണ്ട്, അല്ലേ? അങ്ങ് ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി 1000 വട്ടം ജനലടച്ച് വാതിലടച്ച് റൂമിലിരുന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് നമ്മുടെ റൂമിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട് കേരളക്കരയിൽ, ഇല്ലേ? ആരെ 1000 വട്ടം മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ റൂമിൽ വരുമെന്ന് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മേലെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറഞ്ഞു കൊടുത്തതാ. ജനലടക്കണം, വാതിലടക്കണം, ലൈറ്റ് ഓഫ് ആക്കണം, എന്നിട്ട് ചുറ്റും ഇരിക്കണം, 1000 വട്ടം മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കണം. വന്നു എന്നതിന്റെ അടയാളം നടുക്കൊരു അരിപ്പൊടി വിതരണം, മൈദ വിതരണം, അങ്ങനെ വലിയ കാലിന്റെ അടയാളം അതിൽ കാണും. അങ്ങനെ ലൈറ്റ് ഇടാൻ പറയും. 1000 വട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഇതാ വന്നിരിക്കുന്നു, കാലിന്റെ അടയാളമുണ്ട്, നടുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഇങ്ങനെ ഇളകുന്നുണ്ട്. അപ്പോൾ ഒരു ബിരുദൻ ഒരു ചെറിയ ടോർച്ചും പിടിച്ചു നിന്നു. ഒരു 900 ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മെല്ലെ അടിച്ചു നോക്കി. അപ്പോൾ മുഖ്യ കാലിൽ ഇങ്ങനെ നടക്കുക, പൊടി കൂടി. മനസ്സിലാകുന്നുണ്ടോ? ഈ സമ്പ്രദായം ഇന്നും നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസം നിലനിർത്തുന്നു. എന്താണ് പ്രിയപ്പെട്ടവർ ഇതിൽ കിട്ടുക? ഇവിടെ പറഞ്ഞില്ലേ, മരിച്ചുപോയ കൈപ്പറ്റ ഉസ്താദ് വിളിച്ചാൽ ആവശ്യപ്പെട്ടാൽ ഹാദിറാവുന്ന്. അള്ളാന്റെ റസൂലിന്റെ മയ്യത്ത് തങ്ങളായ മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മുന്നിൽ കിടക്കുമ്പോൾ അടുത്ത ഖലീഫ ആരാവണമെന്ന ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബി പോയി ചോദിച്ചോ? ഖബറിലേക്ക് പോലും വെച്ചിട്ടില്ല. പോയി ചോദിച്ചോ? അള്ളാന്റെ നബിയെ, പ്രവാചകരെ, ഇതാ അടുത്ത ഖലീഫയെ കുറിച്ച് ചർച്ച നടക്കുന്നു. മണിക്കൂറുകളായി ചർച്ച നീണ്ടുപോവുകയാണ്. ഒന്ന് പറയൂ നബിയെ എന്ന് പറഞ്ഞോ? സഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ? ജീവിതകാലത്ത് മഴ കിട്ടാതിരുന്നപ്പോൾ നബിയോട് ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സഹാബികൾ ആരെങ്കിലും മുത്തുനബിയുടെ ഖബറിന്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് സങ്കടപ്പെട്ടോ? കെട്ടുകഥയല്ലാതെ ഉണ്ടോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ ഖബറുള്ളത്. ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറുള്ളത്. കൂട്ടുകാരൻ, പിന്നെ ഉപ്പാന്റെ കൂട്ടുകാരൻ, മുത്തുനബിയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ അഗ്രഗണ്യന്മാരായ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആദ്യഘട്ടത്തിൽ ആയിഷ ബീവിയുടെ റൂമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണല്ലോ ഉള്ളത്. എന്നിട്ട് ആയിഷ ബീവി പട്ടിണിയിലാണ്, അല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു ആയിഷ ബീവിയുടെ ചെലവേറ്റെടുക്കുന്നത് ചരിത്രത്തിൽ കാണാം. അള്ളാന്റെ റസൂലിന്റെ ഖബറ് പ്രിയപ്പെട്ടവരെ റൂമിനുള്ളിൽ ഉണ്ടായിട്ട് ഒരു പൊട്ട് റിയാല്
അല്ലേ? ഒരു നയാ പൈസ അതിന്റെ മേൽ ഉണ്ടാക്കാൻ ശ്രമിച്ചോ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പട്ടിണി കിടക്കുകയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ തങ്ങളാകുന്ന മുത്തുനബിയുടെ ഖബർ റൂമിൽ ഉണ്ടായിട്ട് പട്ടിണിയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ടാണ് ഈ ഉമ്മത്തിനെ ഖബറുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ചർച്ചയിലേക്ക് കൊണ്ടുപോയി അന്ധവിശ്വാസത്തിന്റെ കഥകൾ പറഞ്ഞ് മരിച്ചുപോയവർ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞർ. അതേ മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കാൻ ഈ തങ്ങന്മാർക്കും സിയമിനും കഴിവുണ്ടെന്ന് പറഞ്ഞ് കെട്ടുകഥകളും അതുപോലെ തന്നെ നബിയെ 1 തവണ കണ്ടു, 10 തവണ കണ്ടു, വയനാട്ട് വെച്ച് കണ്ടു, എടക്കരയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിടിച്ചു നിർത്തുന്നത് ഖുർആനിൽ നിന്ന് അകറ്റാനാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഇത് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് നമ്മോട് വെറുപ്പാണ്. ഞങ്ങൾക്ക് ഇവരോട് ഒരു വെറുപ്പുമില്ല, ഒരു ദേഷ്യവുമില്ല, ഒരു തോന്നിവാസത്തിന്റെ വാക്കും ഈ വ്യക്തികൾക്കെതിരെ ഞങ്ങൾ പറയില്ല, അധിക്ഷേപത്തിന്റെ ഒരു വാക്കും ഞങ്ങൾ ഉച്ചരിക്കുകയില്ല. മറിച്ച് എത്ര സ്ഥലത്താണ് അവർ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്ന് പ്രസംഗിക്കുന്നു, അവർ ക്ഷണിച്ചാൽ പോകരുതെന്ന് പറയുന്നു, അവർ കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകരുതെന്ന് പറയുന്നു. ക്ലിപ്പിടാൻ നേരമില്ലാത്തതുകൊണ്ട് മംഗലാപുരത്ത് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് അവർ കയറിയ ബസ്സിൽ മുന്നിൽ വഹാബി കയറിയ ബാക്കിൽ കയറരുത്, കാറ്റടിച്ച് ഞങ്ങൾ വഹാബിയാവുന്ന. ബാക്കിൽ ഒരു വഹാബി കയറണ്ട, മുന്നിൽ നിങ്ങൾ കയറരുത്, കാറ്റടിച്ചാൽ നിങ്ങൾ വഹാബിയാകും, നിങ്ങളെ പരലോകം പോകുന്ന. വേറൊരു ഉസ്താദ് പറയുന്നത് പോലെ കണ്ട ചിരിക്കരുത് എന്നാ. അത് മാത്രം ഒന്ന് കേൾപ്പിക്കുക, എല്ലാം കേൾപ്പിക്കാൻ നേരല്ല. ഒരു സലഫിന്റെ മുഖത്ത് നോക്കി ചിരിച്ചെങ്കിൽ അമൻ വഹിക ഇലാ വജ്ഹിൽ മുബ്തദഇ നസഅ അല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരു വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മുഅ്മിൻ ചിരിച്ചു പോയെങ്കിൽ നസഅ അല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാന്റെ ഒരു പ്രകാശം എല്ലാവരുടെ ഹൃദയത്തിൽ എന്തിക്കും, ഒരു ഈമാന്റെ പ്രകാശം. ആ പ്രകാശം അല്ലാഹു തആല ഊരിയെടുക്കുന്നത് മഹാന്മാർ നമുക്ക് പഠിപ്പാടി തന്നാറ്. അതുകൊണ്ട് ഇത്തരം ആശയക്കാർ സലഫി പോലത്തെ വഹാബികൾ പോലത്തെ ഔലിയാക്കന്മാരെ നിഷേധിക്കടെ ആൽമാർ കറാമത്തിനെ നിഷേധിക്കും. പറയേണ്ടത് സമയമില്ല. മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും പാടില്ല. ഇനി വേറെ ഉസ്താദിൻ്റെ ഒക്കെ ഉണ്ട്, ബസ് കയറിയാൽ കയറരുത്, ട്രെയിനിൽ കയറിയാൽ കയറരുത്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്താ ഈ അന്ധവിശ്വാസങ്ങളെ എതിർത്തത് കൊണ്ട്, അന്ധവിശ്വാസങ്ങളെ എതിർത്തത് കൊണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നമ്മൾ നടത്താറില്ല. വിശദീകരണം മൂസ സലാഹിയുടെ പറയും ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നമ്മൾ നടത്താറില്ല. സാധാരണക്കാർ ചിന്തിക്കാൻ വേണ്ടി പറയാ, അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയിട്ടില്ല. ശരി, സ്വന്തം ബർത്ത്ഡേ അല്ലേ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ നടത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തൊന്ന് വിട പറഞ്ഞിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 40 കൊല്ലത്തോളം 4 പതിറ്റാണ്ടോളം ജീവിച്ചു. എത്ര റബീഉൽ അവ്വൽ കടന്നുപോയി. ഒരൊറ്റ റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് നബിയുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനം എന്ന് പറഞ്ഞ് കാരക്കൻ്റെ ചീന്തെങ്കിലും ഒരു കഷ്ണമെങ്കിലും കൊടുത്തത് കിതാബിൽ പരതി നോക്കി ഇല്ല. ഭൂതക്കണ്ണട വെച്ച് പരിശോധിച്ചാൽ കിട്ടില്ല. സ്വഹാബത്ത് ആരും നടത്തിയിട്ടില്ല, ആ 4 ഖലീഫമാർ നടത്തിയിട്ടില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനൊരു മൗലീദാഘോഷം നമ്മൾ നടത്താറില്ല. എന്നാൽ ഇവർ പറയണതോ മൗലീദാഘോഷം എന്തിനാണ്? പെട്ടെന്ന് കൽപ്പിക്കും. അവർ എൻ്റെ പ്രിയപ്പെട്ട മൂല്യങ്ങളെ അവർക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുവള്ളി വെച്ച് കണ്ട്, വയനാട്ടിൽ വെച്ച് കണ്ട്, അങ്ങനെ കണ്ടാൽ തറാവി മുടങ്ങിയാലും മമ്പൂസും പോലെ തുടങ്ങും. അടുത്ത പണിയാണെങ്കിൽ ഒരു തറാവിനൊന്നും നിശ്ചയിച്ച് മാറ്റി പോകും. പക്ഷേ ഇന്നുണ്ടാവും ഇഷാമാരിമിനിടയിൽ മമ്പൂസും. മൂലൊന്നും തലാട്ടില്ല കേട്ടോ. നിങ്ങൾ വിളിച്ചെങ്കിൽ മൂലൂന്ന് ഇപ്പോൾ റബീഉൽ മാസം കഴിഞ്ഞപ്പോൾ വിലക്കിച്ച് കായ് ഉണ്ടാവണം. കാരണം നിങ്ങൾ വിളിച്ചെങ്കിൽ ഉണ്ടാവുള്ളൂ. ചോറ് മാത്രം കൊടുത്താൽ പോരാ, പഴയ കാലത്ത് ഒരു ഹദിയൊക്കെ കൊടുക്കണം അല്ലേ? പണ്ടൊക്കെ ഞാനൊക്കെ ഓതി പഠിച്ചെന്നൊക്കെ 10 റുപ്യ കിട്ടില്ല ഒരു ചോന്ത കവറിൽ മൂലൂദിന് വരും. ഇപ്പോൾ ആ സ്ഥാനത്തിൻ്റെ ഇപ്പുറം 2000 റുപ്യ കൊടുക്കണം. കാരണം ചെറിയ നോട്ട് ഇപ്പോൾ 2000 ആണല്ലേ. ചോറ് മാത്രം കൊടുത്താൽ പോരാ, പഴയ കാലത്ത് ഒരു ഹദിയൊക്കെ കൊടുക്കണം അല്ലേ? മതി മതി, ഞാൻ സമയമില്ല. അപ്പം എന്തിനാണ് മൗലീദ് നടത്തുന്നത്? ഇനി വേറെ ഉസ്താദിൻ്റെ പ്രസംഗം എന്താ അറിയോ? ഇതൊന്നും നമ്മൾ വെറുതെ പറയല്ല. എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? ഒരു വലിയ സദസ്സിനോട് ചോദിക്കാം. അപ്പോൾ അവർ പറയും എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? അപ്പോൾ ആരുന്നോ സദസ്സെന്ന് പറഞ്ഞിട്ടെന്നാ തോന്നുന്നു, എന്തോ ഒച്ച കേൾക്കണുണ്ട് അല്ലേ? മക്ക മുശ്രിക്കുകളുടെ ഏറ്റുമുട്ടിയ യുദ്ധത്തെക്കുറിച്ച് അവരെന്തൊക്കെ പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം അബൂജഹലിനെ കൊല്ലാനല്ല. അബൂജഹലിനെ കൊല്ലാനാണെങ്കിൽ ഇപ്പോൾ അള്ളാഹ്ക്ക് ജിബ്രീലിൻ്റെ ചിറകിൻ്റെ ഒരു അഗ്രം കൊണ്ട് അറ്റം കൊണ്ട് ഡിം ആ ഒച്ചക്കയിലുള്ളതാട്ടോ ഒന്ന് തട്ടിയാൽ മതി. പിന്നെ എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? നമുക്ക് ബദർ മൗലീദ് നടത്തണം. അതിൻ്റെ പേരിൽ നമുക്ക് ഒരുമിച്ച് കൂടണം, നമുക്ക് അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കണം, നമുക്ക് അതിൻ്റെ പേരിൽ സംഘടന ഉണ്ടാക്കണം. അതിനാ ബദർ യുദ്ധം. ബദറിൻ്റെ സന്ദേശം പഠിപ്പിക്കേണ്ടി. ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാണ്? ഇത്രയും വലിയൊരു യുദ്ധം, തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടം നടന്നിട്ട് അതുണ്ടായത് എന്തിനാ? നമുക്ക് മൗലീദ് ആഘോഷം നടത്താനാ, ബദർമാല പാടാനാ. ഇത് സമയമല്ല കേൾപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, അടുത്ത് മൂത്തേടം റഹ്മത്തുള്ള കാസിം വേണമെന്ന് കേട്ടോളൂ. എൻ്റെ നബിയാണ് നമ്മൾ മുതൽ, നമ്മൾ നബിൻ്റെ മുതലാണ് എന്നവർക്കറിയാം. നമ്മൾ ഈ അമലുകൾ ഭാര്യ കുട്ടിച്ചാക്കിലാക്കിയിട്ട് മീസാനിക്ക് തൂക്കാൻ പോകും.
ഈ സാധനം അവിടെ എത്തിയ അഭാവം മൻസൂറ നബില്ലെങ്കിൽ എത്ര പറ്റത്തുള്ളൂ. തലക്ക കൊടുത്ത് ചിന്തിക്കുന്നു. ഇത് വളരെ ചിന്തിക്കുന്നു. മങ്കൂസ് മൗലിദിൽ എങ്ങനെയാ നമ്മൾ പാടിയത്? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നേരത്തെ ക്ലിപ്പ് കുറച്ച് പകുതി വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ. അതിൻ്റെ തുടക്കം ഒന്ന് കേൾപ്പില്ല, ആ ക്ലിപ്പിൻ്റെ തുടക്കം, അപ്പോഴത് ബാക്കി മനസ്സിലാവുള്ളൂ. സമയമല്ല, ഞാൻ ബാക്കി പറഞ്ഞോളാം. തുടക്കം മുൻഗാമിക്ക് തറാവി മുടങ്ങിയാലും മങ്കൂസ് മൊഴി കാണും. മുൻഗാമിക്ക് തറാവി മുടങ്ങിയാലും മങ്കൂസ് മൊഴി കാണും. പാടത്ത് പണിയാണെങ്കിൽ തറാവിനൊന്നും മതി. പാടത്തൊക്കെ പണിക്കോണ കൂലിപ്പണിക്കാർ തറാവിക്ക് നിൽക്കില്ല. പക്ഷെ അന്നത്തെ ആളുകളെല്ലാവരും മങ്കൂസ് മൗലിദ് നടത്തുന്നു. തറാവി നിസ്കരിച്ചിട്ടില്ലേ, മുൻഗാമികൾക്ക് തറാവി ഇല്ല, പക്ഷെ മങ്കൂസ് മൗലിദ് ഉണ്ട്. ആ മങ്കൂസ് മൗലിദാണ് അഹ്സനി പാടിയത് കേട്ടോ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താ? നബിയോട് നേരിട്ട് സങ്കടം പറയാ, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, സമയമില്ല, വിശദീകരിക്കണില്ല. തെറ്റ് സംഭവിച്ചു പോയ എനിക്ക് ലേക്ക അഷ്കൂ, ഞാൻ താങ്കളോട് നേരിട്ട് അഹ്സനി പറയണത് പരാതി പറയുകയാണ്. അപ്പം ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ ആരോടാ പരാതി പറയേണ്ടത്? ആരോടാ സങ്കടം പറയേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, മനുഷ്യനോട് സംഭവിച്ചതാണെങ്കിൽ അയാളോട് പറയാം, പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയണം. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാ. അത് മങ്കൂസ് മൗലീദ് പാടി, ഇവിടെ സമയമില്ല, അഹ്സനി വിശദീകരിക്കുന്ന നേരിട്ട് നബിയോടാണ് പറയുന്നത്. അത് മുൻഗാമികൾ തറാവി ഒഴിവാക്കിയാൽ പോലും ഇത് നിർത്താറുണ്ടായിരുന്നില്ല എന്നാണ് ആര് പറയുന്നത്? റഹ്മത്തുള്ള കാസ്മി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് ഈ ക്ലിപ്പ് കേൾക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് പഠിപ്പിച്ച ഇബാദത്ത് വിട്ടാലും കുഴപ്പമില്ല, നിസ്കാരം മാറ്റിവെച്ചാലും കുഴപ്പമില്ല. ഈ പറയുന്ന പാട്ടും ഈ പറയുന്ന വകകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ പിഴച്ചു പോകുമെന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവസാനിപ്പിക്കാൻ സമയമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം ഹൃദയം. ഞാൻ ലാസ്റ്റത്തെ ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്, നിർത്തിയാണ്. ലാസ്റ്റത്തെ ക്ലിപ്പ് 14ാമത്തെ ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്. എന്താ അറിയോ? ഹൃദയമില്ലാത്ത പെണ്ണ് വരെ ഇവരെ തങ്ങന്മാരെ കൈകൊണ്ട് ജീവിച്ചിരിക്കേണ്ടതാണ്, ഹൃദയം തന്നെ ഇല്ലാതെ. പെട്ടെന്ന് കേൾപ്പിച്ച് ഞാൻ അതിലും വലുത്. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ നകത്തുനിന്ന് പറയും, ഉസ്താദേ ഞങ്ങൾക്കും പറയാനുണ്ട് അനുഭവം. സ്ത്രീകള് പറയാനുണ്ട്. അങ്ങനെ എന്തോ ഇന്നൊരു ഉമ്മയുണ്ട്, ആ ഉമ്മ ഷെയ്ഖുനാക്ക് ഹൃദയത്തിന് കംപ്ലൈന്റ് ആയിട്ട് CM വരെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഉമ്മയടുത്ത് ഷെയ്ഖുന പറയാ, ഹൃദയം എന്തിനാണ് ഉമ്മ, ദീർഘായുസ് ഉണ്ടല്ലോ. ഇന്ന് ഹൃദയം ഇല്ല ആൾക്ക്, ഇല്ല ഇന്നുണ്ട് കോഴിക്കോട് അതാണ് ഷെയ്ഖുന. ഇപ്പൊ ഇന്നൊക്കെ കേട്ട അനുഭവങ്ങൾ പഠിച്ചവനെ, 2 കിഡ്നി ഇല്ലാത്തത്, ഇന്നൊക്കെ കേട്ട വിഷയങ്ങൾ പഠിച്ചവനെ, ഇങ്ങനത്തെ വിഷയമൊക്കെ കേട്ടാൽ പഠിച്ചവനെ ആകെ പ്രശ്നമാവും. എന്താ പറയണത്? ഹൃദയത്തിന് പ്രശ്നം വന്നിട്ട് ചികിത്സിക്കാൻ വന്നു. എന്തിനാ ഹൃദയം ജീവിക്കാനും ചോദിച്ചു. ആ പെണ്ണിന് ഹൃദയമില്ല, ജീവിച്ചിരിക്കുന്നത്. പിന്നെ കിഡ്നി ഇല്ലാത്ത ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ചോദിക്കും, പറയാപ്പോൾ നേരല്ല. കിഡ്നി ഇല്ലാത്ത ആളുകൾ, ഹൃദയമില്ലാത്ത ആളുകളൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ എവിടേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്? അള്ളാഹു ഈ ഉമ്മത്തിന് നേർവഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഇതൊന്നും വിശദീകരിക്കാനുള്ള സമയമല്ല. കാരണം ഈ മതാവരണം അണിയുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ചില അന്ധവിശ്വാസങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ വേഗത്തിൽ കേൾപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് തൗഹീദിൻ്റെ വശങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അടുത്ത സംസാരത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കടന്നു വരും. സഹോദരങ്ങളെ, ഇതൊന്നും ഒരാളെയും പരിഹസിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം, എൻ്റെ വാക്കിൽ എന്തെങ്കിലും അധികപ്പറ്റായി ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന, ഓൺലൈനിലൂടെ കേൾക്കുന്ന, നമ്മൾ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ അത് ഓൺലൈനിൽ കേട്ടിട്ട് പല വിധത്തിൽ അതിന് ആ കമൻസ് പറയുന്ന ആളുകളുണ്ട്. അവരോട് പറയാണ്, ഒരാളോടും വെറുപ്പുണ്ടായിട്ട് പറയല്ല, ഒരാളോടും ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ഇത് മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ട കഥകളാണോ? അള്ളാഹുവിൻ്റെ ഖുർആൻ, പ്രിയപ്പെട്ടവരെ, ആ തിരുസുന്നത്ത്, അതല്ലേ ഞാനും നിങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മളൊക്കെ മനുഷ്യരാണ്, പിഴവുകളും പോരായ്മകളും നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടാവാം, അബദ്ധങ്ങൾ നമ്മുടെ വാക്കിൽ കടന്നു വരാം, ജീവിതത്തിൽ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിക്കാം. അള്ളാഹു പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന ഒരക്ഷരവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകി നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് കേട്ട് ഞാനും നിങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ പരിഹാസത്തിൻ്റെ ഒരക്ഷരം പോലും
ഒരു സമൂഹത്തിൻ്റെ മുമ്പിലും പറയരുത്. മറിച്ച് ഇത് കേൾപ്പിക്കുന്നത് അത്രത്തോളം അബദ്ധമായ സഞ്ചാരമാണ് നമ്മുടെ ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഈ ക്ലിപ്പിടാതെ പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയായിരിക്കുമെന്ന് ആളുകൾ പറയുമെന്ന നിലക്ക് മാത്രമാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ തൗഹീദ് കിട്ടിയവരാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി, വക്താക്കളായി ഞാനും നിങ്ങളും മാറണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള, മാനസികമായ സംതൃപ്തിയോടുകൂടി കടന്നു പോകാനുള്ള, തരണം ചെയ്യാനുള്ള ആ തൻ്റെ ഇടത്തിനു വേണ്ടി, വിശ്വാസക്കരുത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളുടെ കല്യാണങ്ങൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ ആദർശ സമ്മേളനത്തിൽ ഒരു പ്രസംഗത്തിൽ ഒരു ഭാഗം നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കല്യാണങ്ങളിൽ അതേ വ്യത്യസ്ത പേരിട്ട് വിളിച്ച് തോന്നിവാസങ്ങൾ അരങ്ങേറുമ്പോൾ അവിടെ വാപ്പ എന്ന നിലക്ക് മിണ്ടാതിരിക്കരുത്, ഉമ്മ എന്ന നിലക്ക് മിണ്ടാതിരിക്കരുത്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പല ഏർപ്പാടുകളും പരിപാടികളും കടന്നു വരുമ്പോൾ അവിടെ ഒരു മുസ്ലിം നിലകൊള്ളേണ്ട ഏറ്റവും നല്ല നിലയിൽ നിലകൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സദസ്സുകളിലേക്ക് നമ്മൾ പോയി സഹകരിച്ചു കൊടുക്കരുത്. തഅവനു അലൽ ബിർരി വത്തഖ്വ, അള്ളാഹു നമ്മളോട് സഹകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് പുണ്യത്തിനും, അതേ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പുണ്യത്തിനും സൂക്ഷ്മതയുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ്. ശത്രുതയുണ്ടാക്കുന്നതിനോ പാപം നിറഞ്ഞു നിൽക്കുന്നതിനോ നിങ്ങൾ സഹകരിച്ചു കൊടുക്കരുത് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തെ സംശുദ്ധമാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക.